നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും മസിൽസിനെയും നെർവ്സിനും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യിക്കാനും ശരീരത്തിലും മനസ്സിനും മൊത്തത്തിലൊരു പുതിയ എനർജി ലഭിക്കാനും ഒക്കെയാണ് കർക്കിടക ചികിത്സ ചെയ്യുന്നത്. സ്വന്തമായി എണ്ണ തേച്ച് കുടിക്കാനും തലയിൽ താളി തേക്കാനും സമയമില്ലാത്ത ആർക്ക് വേണമെങ്കിലും കർക്കിടക ചികിത്സ ചെയ്യാവുന്നതാണ്. എന്നാൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, കിഡ്നി പ്രോബ്ലം, ലിവർ പ്രോബ്ലം, ക്യാൻസർ, എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നമുള്ളവർ ഡോക്ടറെ കണ്ടിട്ട് വേണം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. കർക്കിടക ചികിത്സ ശരിയായിട്ടുള്ള രീതിയിൽ വേണം എടുക്കാൻ. ഇത്തവണ സ്വസ്തിയുടെ കർക്കിടക ചികിത്സയിൽ കുറച്ച് പുതിയ ട്രീറ്റ്മെൻറ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീടോക്സ്, മഡ് തെറാപ്പി, ഹൈഡ്രോതെറാപ്പി, വർമ്മ തെറാപ്പി, യോഗ തെറാപ്പി ഒക്കെയാണ് അത്. ഇതിൽ ഡിടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിൻ്റെ ശുദ്ധീകരണം. മഡ് തെറാപ്പി പ്രകൃതിയോട് ചേർന്നൊരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് മഡ് തെറാപ്പി അല്ലെങ്കിൽ മണ്ണ് ചികിത്സ. 3 ദിവസം മുതൽ 10 ദിവസം വരെയുള്ള ട്രീറ്റ്മെൻറ്റ് പാക്കേജുകളാണ് കർക്കിടക ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൂടാതെ ഡയബറ്റിക് റിവേഴ്സൽ പാക്കേജ്, ആർത്രൈറ്റിസ് ട്രീറ്റ്മെൻറ്റ് പാക്കേജ്, ഹോർമോൺ കറക്റ്റിംഗ് പാക്കേജ്, സ്ട്രെസ് റിലീഫ് പാക്കേജ്, വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെൻറ്റ് പാക്കേജ്, ഒബേസിറ്റി പാക്കേജ്, ഇതൊക്കെയാണ് അഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പാക്കേജുകൾ. ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഈ ഒരു കർക്കിടക മാസത്തിൽ മാറ്റിവെക്കാൻ തയ്യാറായാൽ അത് ഈ ഒരു വർഷം മുഴുവൻ നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കും. കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കർക്കിടക മാസത്തിൽ എടുത്തു നിർത്തുന്ന ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, അതൊരു ജീവിതചര്യയാണ്. ഈ ഒരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് തുടങ്ങുന്ന ഒരു ജീവിതചര്യ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ തുടരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്.